ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മന്തി വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സോ അതിൽ യാതൊരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ചിക്കനാണ് മന്തിയുടെ പ്രത്യേകത. അതേപോലത്തെ ചിക്കനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസും ഇനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഈ മന്തി തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ട അത്ര പോലും അധ്വാനം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് രുചികരമായ മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മന്തി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ ഇതുപോലെ കഴുകി നല്ല വലിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയുള്ള ചിക്കൻ ഉപയോഗിക്കാം, അതാണ് എപ്പോഴും മന്തിക്ക് നല്ലത്. പക്ഷേ ഇവിടെ ആർക്കും തൊലിയുള്ള ചിക്കൻ ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പീസാക്കണമെന്നുമില്ല, ഒരു ചിക്കൻ 2ആയി പിളർന്നും നിങ്ങൾക്ക് മന്തി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.25 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാമേ. മന്തി മസാല നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ, അതായത് ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ 10-12 ക്ലോവ്സ്, 10-12 ഏലക്ക, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് പച്ചമല്ലി, ഒരു 4-5 പട്ട എന്നിവ വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാഗിയുടെ 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്കാണ്. സാൾട്ടഡ് ചിക്കൻ സ്റ്റോക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് പാക്കറ്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റോക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, സാൾട്ടഡ് ആണോ അല്ലയോ എന്ന് പാക്കറ്റിൽ ഉണ്ടാകും. സാൾട്ടഡ് അല്ല എങ്കിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. അതർവൈസ് നമ്മുടെ മന്തിയിൽ ഉപ്പ് ധാരാളമായി പോകും. സാൾട്ടഡിൽ ഉപ്പ് വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്, ഒരല്പം പുതിനയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരല്പം മല്ലിയില അരിഞ്ഞെടുത്തത്. ഇത് മൂന്നും കൂടി നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കൻ കുക്കാവുന്ന സമയത്ത് അങ്ങ് അലിഞ്ഞു പോയിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓറഞ്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആ മന്തിയുടെ തനത് കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് കളർ ഇഷ്ടമില്ലെങ്കിൽ ചേർത്തേണ്ട. എന്നിട്ട് ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് വേണ്ട മന്തി റൈസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം മന്തി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ കടകളിലും മന്തി റൈസ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. മന്തിയുടെ ഒരു എന്താ പറയുക മന്തി പാക്കറ്റ് ആണെങ്കിലും കിട്ടും, അരി സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും കിട്ടും. അപ്പോൾ ഞാൻ മന്തി അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ബസ്മതി റൈസ് വാങ്ങിച്ചാൽ മതി. ഇന്ത്യ ഗേറ്റിൻ്റെയോ ടിൽഡയുടെയോ ഒക്കെ റൈസ് വളരെ നല്ല ക്വാളിറ്റിയുള്ള റൈസാണ് കേട്ടോ. പിന്നെ അരിയുടെ കുക്കിംഗ് മെത്തേഡ് അതിൻ്റെ പാക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് ഫോളോ ചെയ്യുക. ഈ മന്തി അരി സോക്ക് ചെയ്യാൻ വേണ്ടിയൊന്നും ഇല്ല, പക്ഷേ ഞാൻ നിർബന്ധമായിട്ട് ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമുക്ക് നല്ല ലോങ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള മന്തി റൈസ് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് റൈസ് ആണെങ്കിലും സോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഈ വെള്ളനിറം പോയിട്ട് വെള്ളം ക്ലിയർ ആയി വരുന്നവരെ കഴുകിയെടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രം സോക്ക് ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ സോക്ക് ചെയ്ത് കഴിഞ്ഞ് അരി സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ അത് കഴുകിയാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ അരി നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 30 മിനിറ്റാണ് ഞാൻ സോക്ക് ചെയ്തത്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ ഒരു ചെമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ധാരാളമായിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉണങ്ങിയ നാരങ്ങ, ഡ്രൈഡ് ലെമൺ, ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, 2 പട്ട, ഒരു 5-6 ഗ്രാമ്പു, ഒരു 4-5 ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി സോക്ക് ചെയ്ത് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. നമ്മളിതിൽ അധികം ഓയിലൊന്നും ചേർക്കുന്നില്ല, ചിക്കൻ കുക്ക് ചെയ്യുന്ന ഓയിൽ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഇതിൽ ഉപയോഗിക്കരുത് കേട്ടോ, തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം ഉപയോഗിക്കാനേ. ഇനി അരി ഹൈ ഫ്ലെയിമിൽ അടച്ച് വെക്കാതെ നമുക്കൊരു 30-35 മിനിറ്റ് കുക്ക് ചെയ്യണം. അരി നല്ല സോഫ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്തോളൂ, പാതി വേവിലൊന്നും എടുക്കണ്ട. ഇടയ്ക്കൊക്കെ അരിയുടെ വേവ് ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ 35 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണം. അരി കുക്കായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അരി ഊറ്റിയെടുത്തോളൂ. അരിയുടെ ഒരു വേവ് അറിയാമല്ലോ, ഒരു കടി ഉണ്ടാവരുത്, പച്ച അരിയുടെ ഒരു കടി ഉണ്ടാവരുത്. അൽഡൻ്റെ എന്നൊക്കെ പറയും നമ്മൾ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഉള്ളിൽ. നമ്മുടെ മന്തി സ്ഥിരമായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം മന്തി റൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്താണ്. ആ ഒരു പാകത്തിൽ അരി നമുക്ക് ഊറ്റാം.
ഒരു ചെരുവത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ. 30 മിനിറ്റായി. ഗ്യാസ് ഓഫ് ചെയ്ത് അരി ഒരു ചെരുവത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ശരിക്കും വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അരി അവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ മറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് ഞാൻ ഈ ചെരുവത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും വലിയൊരു പാത്രമാണ് എടുത്തത്, കാരണം ദം ചെയ്യണമല്ലോ. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് ഒരു വശം കുക്ക് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ഒരു 10 മിനിറ്റ് ഞാൻ ഒരു വശം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. എല്ലാ ചിക്കനും ഒന്ന് മറിച്ചിടാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് മറ്റേ വശവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ടാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഉള്ളിൽ നല്ല നമുക്ക് മന്തിയുടെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ. ചിക്കൻ ഇങ്ങനെ പൊളിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരുപാട് സമയത്ത് കുക്ക് ചെയ്താൽ അത് നടക്കില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ലപോലെ തയ്യാറായിട്ടുണ്ട്. ഞാനൊരു 22 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുത്തു. ഇനി ഇതിൽ ഈ ഉണങ്ങിയ നാരങ്ങ നമുക്കങ്ങ് കളയാൻ കേട്ടോ. ഒരുപാട് സമയം ഓയിലിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ഇനി നമുക്ക് ഈ അരി ഇടുന്നതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് ഓയിൽ മാറ്റി വെക്കണം. നമ്മുടെ ചോറിൽ ഒഴിച്ചു കൊടുക്കാനാണ്. ചോറിന് പ്രത്യേകിച്ച് ഫ്ലേവർ വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ചിക്കൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചോറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ലെയേഴ്സായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം ആ ഓയിൽ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ, വേറെ ലെയറിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതുപോലെ അരി നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അരി തീരുന്നവരെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് കുക്കായ റൈസ് തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത്. ഓവർ കുക്കൊന്നും ആയിപ്പോയില്ല, ഒന്നും പേടിക്കേണ്ട കേട്ടോ. ഒരു 30 മിനിറ്റോളം നമുക്കിത് ദം ചെയ്തെടുക്കണം. ഈ ലെയറിങ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഫുഡ് കളറാണ് കേട്ടോ. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അരിക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടും പോലെയുള്ളൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലർത്തി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ മിൽക്കാണ് നല്ലത്. ഒരു നല്ല മണമായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കാം. കാരണം വെച്ചാൽ ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് ഇറങ്ങാൻ വേണ്ടി ഒന്നുമല്ല, ഒരു നല്ല സ്മെല്ലുണ്ടല്ലോ, അത് മാത്രം മതി. 3, 4, 5 ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ അരിക്ക് ഉള്ളിലൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കനൽ അല്ലെങ്കിൽ ചാർക്കോൾ ഇതിനകത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അടച്ച് വെക്കാം. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കനലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കാം. ഇതാ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ, അടി പിടിക്കാണ്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ആ കളറ് ചേർത്തത് കൊണ്ട് കണ്ടോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു ഭംഗിയില്ലേ റൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു വലിയ ചെമ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ റൈസ് മാറ്റാം കേട്ടോ. എന്നാലേ നമ്മുടെ ചിക്കൻ നമുക്ക് പ്രോപ്പറായിട്ട് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റൈസ് മാറ്റിയതിന് ശേഷം നോക്കാം അടിയിലെ സ്ഥിതി എന്താണ്, കരിഞ്ഞിട്ടുണ്ടോ, ചിക്കൻ പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ റൈസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലെ ചിക്കൻ പീസസ്, ചിക്കൻ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, നല്ല സൂപ്പറായിട്ടില്ലേ. ഇനി ബാക്കി വരുന്ന റൈസ് നമുക്ക് നമ്മുടെ ചോറുമായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ അരിയൊക്കെ മിക്സ് ചെയ്തെടുത്തു, കാരണം ചിക്കനിലെ ഫ്ലേവറൊക്കെ അപ്പോഴേ അതിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല, കാരണം ഇതിന് ഇൻഗ്രീഡിയൻസ് കുറവാണല്ലോ. പക്ഷേ കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മന്തിയാണ്. റൈസൊക്കെ പെർഫെക്റ്റ് ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്താൽ അത്രയ്ക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു റെസിപ്പിയാണിത്. ഞാൻ ട്രൈ ചെയ്തിട്ട് എപ്പോഴും എനിക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു വിഭവമാണ് മന്തി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദം ചെയ്യുന്ന സമയത്ത് ചിക്കൻ കരിഞ്ഞു പോകുന്ന ഒരു പേടി ഉണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ്റെയോ കാസ്റ്റ് അയൺ പാൻ്റെയോ മേലെ വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം അത്രയും സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണിത്.
അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ബൈ ബൈ.